62. Take your textbook and page number 62. 62. Okay. The animal world. Wild animals. It is a page about wild animals. Wild animals ne kurichana evide parayunnathu aa page il ullathu alle kore animals inde photos avade koduthittundu that all are wild animals and താഴെ എന്തുണ്ട് 4 pet animals ന്റെ pictures ഉണ്ട് അല്ലേ wild animals and pet animals. ദേവപ്രിയ and സമജ്ന രണ്ടുപേരും ക്ലാസ്സിൽ വന്നിരുന്ന് സംസാരിക്കല്ലേ ഇവിടെ ശ്രദ്ധിക്കണം. Listen. Wild animals lives in the jungle. It is all wild animals that they are lives in jungle. Wild animals mean animals lives in jungle is called wild animals. What is a wild animal? Devapriya and Samishna. Wild animals nu vechal endana? Which type of animals we called wild animals? Endana wild animals? കാട്ടിലുണ്ടാവുന്ന മൃഗങ്ങൾ. Animals lives in jungle is called wild animals അല്ലേ കാട്ടില് താമസിക്കുന്ന അല്ലേ കാട്ടിൽ തന്നെ ഉണ്ടാവുന്ന ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാറ് we called wild animal. Animals lives in the jungle is called wild animal. So first അവിടെ ഒരു wild animalന്റെ എന്തുണ്ട് picture ഉണ്ട് അല്ലേ which wild animal is that? Look at the first picture. Which wild animal, Christo? ശ്രദ്ധിക്കുന്നേയില്ല മിസ്സേ. അതെയല്ലേ ക്രിസ്റ്റോ ഇപ്പൊ ഉഴപ്പാണല്ലേ ക്രിസ്റ്റോ. ആ പിക്ചറിൽ ഫസ്റ്റ് കാണുന്ന വൈൽഡ് ആനിമൽ ഏതാണ് മോനെ ക്രിസ്റ്റോ? ബിയർ. ഓക്കെ ഫസ്റ്റ് കാണുന്ന വൈൽഡ് ആനിമൽ ഏതാണ്? ബിയർ ആണ് അല്ലേ കരടി അല്ലേ. കണ്ടിട്ടുണ്ടോ ബിയറിനെ? ബിയറിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? യെസ് ഓർ നോ? കണ്ടിട്ടുണ്ടോ ഇഷാൻ? ബിയറിനെ കണ്ടിട്ടുണ്ടോ? നോ. ഓക്കെ ദെൻ ബിയർ ആണ് ആദ്യം നമ്മൾ കാണുന്ന വൈൽഡ് ആനിമൽ അല്ലേ. അവിടെ പിക്ചേഴ്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള വൈൽഡ് ആനിമൽ ബിയർ ആണ്. സോ ബിയർ ഈസ് എ വൈൽഡ് ആനിമൽ. വൈൽഡ് ആനിമൽസ് മീൻസ് ആനിമൽസ് ലിവ്സ് ഇൻ ദ ജംഗിൾ ഈസ് കോൾഡ് വൈൽഡ് ആനിമൽ. കാട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുറെ മൃഗങ്ങൾ ഉണ്ട് അല്ലേ. കാട്ടിൽ തന്നെ താമസിക്കുന്ന കുറെ ആനിമൽസ് ഉണ്ട്. അതില് ഒന്നിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയാ. ദെൻ അതില് ഫസ്റ്റ് വൺ ബിയർ ആണ് അല്ലെ കരടി. കരടി എപ്പോഴും കാട്ടിൽ തന്നെയാണ് താമസിക്കാറ് അല്ലെ. ഹ്യൂമൻ ബീങ്സിനൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും അല്ലെ. നമ്മളെയൊക്കെ കണ്ടാൽ നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് കരടി നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്യും അല്ലെ. ബിയർ. സോ ഫസ്റ്റ് വൺ ഈസ് ബിയർ. BEAR ബിയർ. ഓക്കെ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം കേട്ടോ കാണാതെ. ഇനി നമുക്ക് എന്താണ് നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയി. നന്നായി പഠിച്ചിട്ടൊക്കെ വന്ന് എന്താണ് നമുക്ക് ഡിക്റ്റേഷൻ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാം. എന്താണ് EVS നോർമലി ഓറൽ ടൈപ്പ് ആയതുകൊണ്ടാണ് മിസ് ഡിക്റ്റേഷൻ ഒന്നും തരാതിരുന്നത്. ദെൻ നമുക്ക് പോർഷൻ ഒക്കെ ഫിനിഷ് ആയി ദെൻ റിവൈസ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഡിക്റ്റേഷൻ ഒക്കെ ഇട്ട് എക്സ്ട്രാ പഠിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ ബിയർ ആണ്. BEAR ബിയർ. ആൻഡ് the second picture of the wild animal. The second wild animal ഏതാണ്? Ant rose. The second wild animal. Second picture ലുള്ള wild animal ഏതാണ്? Ant. Unmute ചെയ്യാൻ പറ്റുന്നില്ലേ? Okay. That is tiger in second. അതായത് എന്താണ് ബിയറിന്റെ തൊട്ടടുത്തല്ലേ. ബിയറിന്റെ താഴെ ഉള്ളതാണ് ആര്? ടൈഗർ. ബിയറിന്റെ തൊട്ടടുത്ത് ആരാ ഉള്ളത്? ഫസ്റ്റ് റോയിൽ തന്നെ ആരാ ഉള്ളത്? ലയൺ അല്ലെ. ഇൻ ദ ഫസ്റ്റ് റോ. ഓക്കെ ആദ്യത്തെ നിരയിൽ തന്നെ ആരുണ്ട്? ബിയർ ഉണ്ട്. ദെൻ അതിന്റെ അടുത്ത് ലയൺ ഉണ്ട് അല്ലെ. ലയൺ ഫസ്റ്റ് റോയിൽ ആരുണ്ട്? ലയൺ ഇസ് എ വൈൽഡ് ആനിമൽ. ലയൺ LION ലയൺ. ഓക്കെ ലയൺ നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടോ? ലയൺ
ഇതൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ടോ? ലയൺ, ബിയോ, ജിറാഫ് ഇതൊക്കെ പഠിക്കുന്നുണ്ടോ? നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അത് പഠിക്കുന്നുണ്ടോ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ? ഓക്കെ, പഠിക്കണം കേട്ടോ. ഒരു ദിവസം മിസ് എന്താണ് ഡിക്റ്റേഷൻ ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായി പഠിച്ചിട്ട് ഒക്കെ വരണം. Then bear, lion and then third ഒരു പിക്ചർ ഉണ്ട് അല്ലേ? അതാരാണ് പാർവണ? തേർഡ് പിക്ചർ നല്ല ലെങ്ത് ഉള്ള നെക്ക് ഒക്കെ ഉള്ള ഒരാളുണ്ടല്ലോ, അതാരാണ് മോളെ? തേർഡ് പിക്ചറിൽ കാണുന്ന ആ വൈൽഡ് ആനിമൽ ആരാണ്? വാട്ട്സ് ദ നെയിം ഓഫ് ദ വൈൽഡ് ആനിമൽ വി ക്യാൻ സീ ഇൻ ദ തേർഡ്? ആ നല്ല നീളമുള്ള ഏതാണ്? ലെപ്പേർഡ് എവിടെയാണുള്ളത് പാർവണ? എവിടെ ശ്രദ്ധിക്കുന്നു മോളെ? ലെപ്പേർഡ് ജിറാഫ്. ഓക്കെ, ജിറാഫ് എവിടെ ശ്രദ്ധിക്കണം കേട്ടോ പാർവണ. കളിക്കുകയാണോ അവിടുന്ന്? ആണോ? ഓക്കെ, then bear, lion, giraffe. Giraffe. ജിറാഫ്. ഓക്കെ, ജിറാഫ്. എന്താണ് ജിറാഫിന്റെ കുറെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? ഇത് നമ്മൾ ആദ്യം എടുത്തപ്പോ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിറാഫ് എന്താണ് എപ്പോഴും നിൽക്കുകയാണ് ചെയ്യുക. വളരെ റയറായിട്ട് മാത്രമേ ജിറാഫ് എവിടെയെങ്കിലും സിറ്റ് ചെയ്യാറുള്ളൂ. ജിറാഫ് എല്ലാ സമയത്തും അങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ്. പിന്നെ അതിന് നല്ല നീളമുള്ള ലെങ്ത് ഉള്ള നെക്ക് ഉണ്ട് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആരെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് അവരെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? നല്ല നീളമുള്ള കഴുത്തുള്ളത് കൊണ്ട് ദൂരേന്ന് ആരെങ്കിലും വരുമ്പോ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജിറാഫിന് പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും അല്ലെ? പിന്നെ അത് കൂടാതെ എന്താണ്, ജിറാഫ് എപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ്. വളരെ റയറായിട്ട് മാത്രമേ അത് എവിടെയെങ്കിലും സിറ്റ് ചെയ്യാറുള്ളൂ. രാത്രിയിൽ ഉറങ്ങുമ്പോ പോലും ജിറാഫ് എന്താണ് ചെയ്യാ? ഇങ്ങനെ നിന്നിട്ട് തന്നെയാണ് ഉറങ്ങാറ്. നമ്മൾ അങ്ങനെ ഉറങ്ങാറുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ കിടന്നുറങ്ങല്ലേ ചെയ്യാറ്. പക്ഷെ ജിറാഫ് എന്ത് ചെയ്യുന്നറിയോ? എപ്പോഴും അങ്ങനെ നിൽക്കും. ഉറങ്ങുമ്പോഴും അങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ്. വളരെ റയറായിട്ട് മാത്രമേ അത് എന്ത് ചെയ്യാറുള്ളൂ? എവിടെയെങ്കിലും ഇരിക്കാറുള്ളൂ. എല്ലാ സമയത്തും ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അതിനെന്താണ് വളരെ ലെങ്ത് ഉള്ള നെക്ക് ഉണ്ട് അല്ലേ? അപ്പൊ അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്താണ്? അങ്ങനെ നിൽക്കുന്നത് തന്നെയാണ്. ഉറങ്ങുമ്പോൾ പോലും അത് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ്. വല്ലപ്പോഴും മാത്രമേ അത് എവിടെയെങ്കിലും സിറ്റ് ചെയ്യാറുള്ളൂ എന്നാണ് പറയാറ്. ടൈഗർ. ടൈഗർ ഈസ് another വൈൽഡ് ആനിമൽ. ടൈഗർ എന്താണ്? വേറൊരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ ടൈഗർ? ടൈഗറിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്? ടൈഗറിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്? ഓക്കെ, എന്താണ് ഇഷാൻ? ഞാൻ ടൈഗറിനെ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടുന്നാ കണ്ടത് ഇഷാൻ? നാഷണൽ പാർക്ക് എന്നോ? ആ, നാഷണൽ പാർക്കിൽ നിന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇഷാൻ ടൈഗറിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇഷാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഓക്കെ, പാർവണ കണ്ടിട്ടുണ്ടോ മോളെ? ഓക്കെ, നസീം കണ്ടിട്ടുണ്ട്. ദെൻ ക്രിസ്റ്റി കണ്ടിട്ടുണ്ടോ? ക്രിസ്റ്റി, ഏഞ്ചൽ കണ്ടിട്ടുണ്ടോ? കുറെ പേര് കണ്ടിട്ടുണ്ട് അല്ലേ? എവിടുന്നാണ് നസീം കണ്ടത്? ഓക്കെ, ഗൾഫിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ദെൻ ഏഞ്ചൽ എവിടുന്നാ കണ്ടത്? വയനാട്ടിൽ മങ്കീനെ കണ്ടിട്ടുണ്ട് അല്ലേ ഏഞ്ചൽ? എന്താണ് മോളെ? ആ, എലിഫന്റിനെയും എന്താണ് മങ്കീനെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽ പറയുന്നത് അല്ലേ? ദെൻ എന്താണ്? ഓക്കെ, നമ്മുടെ കാശിനാഥിന്റെ അടുത്ത് എന്തുണ്ട്? കാശിനാഥിന്റെ അടുത്ത് നോക്കി ഒരു ടൈഗർ ഇരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? ടൈഗറിന്റെ ഒരു ഡോളാണ് അല്ലേ? നന്നായിട്ടുണ്ട് കാശിനാഥ്. ഇത് ആരാ വാങ്ങിച്ചു തന്നേ? അച്ഛൻ വാങ്ങിച്ചു തന്നെയാണോ?
ഓക്കെ ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടൈഗർ ഇസ് എ വൈൽഡ് ആനിമൽ ആൻഡ് അനദർ സ്പെഷ്യാലിറ്റി ഓഫ് ടൈഗർ. ടൈഗറിന് എന്താണ് വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളത്? നമ്മൾ പഠിച്ചിരുന്നുവല്ലോ എന്തോ അബൌട്ട് ടൈഗറിനെ കുറിച്ച്. എന്താണ് സർഗ? മങ്കീനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, മങ്കീനെ കണ്ടിട്ടുണ്ട് സർഗ അല്ലേ? ഓക്കെ, then ടൈഗറിന്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അറിയോ സർഗ? ഓക്കെ ലിസൺ, നമ്മൾ ടൈഗറിനെ കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ചല്ലോ. അപ്പൊ നമ്മൾ ടൈഗറിന്റെ എന്തോ ഒരു സ്പെഷ്യാലിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്താണ് ക്രിസ്റ്റി ജോസഫ്? Tiger is a national animal. ആ ഗുഡ്, വേറെ ആരും ഓർത്തില്ലല്ലോ, ക്രിസ്റ്റി മാത്രമാണ് ഓർത്തത് അല്ലേ? ടൈഗർ എന്താണ്? ടൈഗർ ഈസ് അവർ നാഷണൽ അനിമൽ. ഇപ്പൊ ടൈഗറിന് എന്താ സ്പെഷ്യാലിറ്റി ഇല്ലെന്ന് ചോദിക്കുമ്പോ പറയണ്ടേ? ടൈഗർ എന്താണ്? നമ്മുടെ നാഷണൽ അനിമൽ ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ? എല്ലാവരും മറന്നുപോയി അല്ലേ? എന്നിട്ട് മിസ് ചോദിച്ചുകൊണ്ടിരുന്നത് ടൈഗറിന് എന്താ സ്പെഷ്യാലിറ്റി, ടൈഗറിന് എന്താ സ്പെഷ്യാലിറ്റി എന്ന് ആരും പറഞ്ഞില്ല. നമ്മുടെ ക്രിസ്റ്റി മാത്രമാണ് അത് ഓർത്ത് വെച്ചത് അല്ലേ മോനെ? Okay, good. So, tiger is our national animal. Tiger is a wild animal and especially tiger is our national animal. Okay. Then zebra. Next one എന്താണ്? Zebra ആണ് അല്ലേ? Zebra. കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി? ഇപ്പൊ സീബ്രയുടെ പുറത്ത് എന്തുണ്ട്? വൈറ്റ് ബ്ലാക്ക് ലൈൻസ് ഉണ്ട് അല്ലേ? സീബ്രയുടെ പുറത്ത് വൈറ്റിലും ബ്ലാക്കിലുമുള്ള ലൈൻസ് കാണുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി? ഇതുപോലെയുള്ള സീബ്ര ലൈൻസ് നിങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ടോ? ആരൊക്കെയോ പറഞ്ഞു അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഇതുപോലെയുള്ള ലൈൻസ് വേറെ എവിടെ കണ്ടിട്ടുണ്ട്? വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Zebra crossing. ആ, സീബ്ര ക്രോസിംഗിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇഷാൻ എന്താണ് ഇന്നൊരു ഗ്ലൂമി ആയിരിക്കുന്നത്? ഇഷാൻ സുഖമില്ലേ ഇഷാൻ? സുഖമുണ്ട്. ഭയങ്കര കളിയാണ്. അതെ അല്ലേ? പുറത്തിറങ്ങി കളിച്ചിട്ട് ക്ഷീണോ, ഭക്ഷണവും മര്യാദ കഴിച്ചു. അതെ അല്ലേ? ഇഷാനെ കാണുമ്പോ സീബ്ര എന്താണ്? ഇറ്റ്സ് എ വൈൽഡ് ആനിമൽ ആൻഡ് സീബ്രയുടെ പുറത്തുള്ള ലൈൻസ് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? നമ്മുടെ റോഡിലൊക്കെ, മെയിൻ റോഡിലൊക്കെ കാണാറുണ്ടല്ലേ? ഇതുപോലെ സീബ്ര ലൈൻസ് ഇട്ട് വെച്ചിട്ട് എന്താണ്, നടന്നു പോകുന്ന ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിന് മുകളിൽ സീബ്ര ക്രോസിംഗ് ഇട്ട് വെക്കാറുണ്ട് അല്ലേ? അതെന്താണ്? സീബ്രയെ പോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ സീബ്ര ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, then elephant. Elephant is an another wild animal. Elephant എന്താണ്? വേറൊരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ? എന്താണ് ഇഷാൻ? Elephant is a national heritage animal. Elephant is the national heritage animal. Okay. ടൈഗറിന്റെ കാര്യം മറന്നു പോയതുകൊണ്ട് എന്താണ് ഇഷാൻ കാര്യമായിട്ട് ഇരിക്കുകയാണ് അല്ലേ? എലിഫന്റ് ഈസ് നാഷണൽ ഹെറിറ്റേജ് ആനിമൽ എന്ന് പറയാറുണ്ട്. അത് കൂടാതെ എന്താണ്, നമ്മുടെ ലാൻഡിലുള്ള ഏറ്റവും വലിയ അല്ലേ, കരയിലുള്ള ആനിമൽസിലൊക്കെ വലുതും ആരാണ്? എലിഫന്റ് ആണ് അല്ലേ? എലിഫന്റിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? നല്ല ഭംഗിയാണോ കാണാൻ? എന്താണ് മോളെ പാർവണ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. എലിഫന്റ് എന്താണ്? ഒരു വൈൽഡ് ആനിമലും ആണ് അല്ലേ? കാണാൻ എങ്ങനെയാണ്? നല്ല ഭംഗിയാണോ? ആണോ? എന്താണ് സർഗ? കണ്ടിട്ടുണ്ട് അല്ലേ? സർഗയും കണ്ടിട്ടുണ്ട്. വേറെ ആര് കണ്ടിട്ടുണ്ട്? സർഗയുടെ അനിയത്തിയാണോ അത്?
അനിയൻ. സർഗയും കണ്ടിട്ടുണ്ട്, സർഗയുടെ അനിയനും കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ദെൻ എന്താണ് കാശിനാഥ്? ഞാനും അമ്പലത്തിന്നും വയനാട്ടിന്നും കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. കാശിനാഥ് എവിടുന്ന് കണ്ടിട്ടുണ്ട്? അമ്പലത്തിൽ നിന്നും കണ്ടിട്ടുണ്ട്, വയനാട് പോയപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ആരൊക്കെ കണ്ടിട്ടുണ്ട്? നസീം കണ്ടിട്ടില്ലേ? എലഫന്റിനെ കണ്ടിട്ടില്ലേ നസീം? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എലഫന്റും എന്താണ്? നമ്മുടെ വൈൽഡ് ആനിമൽ ആണ് അല്ലേ? നല്ല ബ്ലാക്ക് കളറാണ് അല്ലേ? കാണാൻ വേണ്ടി നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ എലിഫന്റിനെ കാണാൻ വേണ്ടി? Then rhinoceros. It's about rhinoceros. Rhino അല്ലേ? കാണ്ടാമൃഗം അല്ലേ? Rhinos. ഇതും എന്താണ്? വൈൽഡ് ആനിമൽ ആണ്, കാട്ടിലാണ് എപ്പോഴും ഉണ്ടാവാറ് അല്ലേ? Then monkey. മങ്കീനെ എന്താണ്? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇഷാൻ? മങ്കീനെ ഞാൻ മങ്കീനെയും കണ്ടിട്ടുണ്ട്. അല്ലേ? ഇഷാൻ എന്താണ്? മങ്കീനെയും കണ്ടിട്ടുണ്ട്. ദെൻ ബാക്കി എല്ലാവരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഓക്കെ. എന്താണ് മോളെ അവേദ്യ? എന്താണ്? ഞാനും മങ്കീനെ കണ്ടിട്ടുണ്ട്. അല്ലേ? എവിടുന്നാ കണ്ടത്? സൂമിൽ പോയപ്പോ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ദെൻ എന്താണ്? ഇപ്പൊ എന്താണ്? കാട്ടിൽ നിന്നൊക്കെ മങ്കീസ് ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി അല്ലേ? നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാറുണ്ട് അല്ലേ? ഇപ്പൊ കാടൊന്നും ഇല്ലല്ലോ, കാടൊക്കെ എല്ലാരും നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ട് കുരങ്ങന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പുറത്തൊക്കെ ഇറങ്ങി വരാ. Then പിന്നെ എന്താണ്? ലെപ്പേർഡിനെ കണ്ടിട്ടുണ്ടോ? ലെപ്പേർഡ് LEOPARD. ലെപ്പേർഡ് എന്താണ്? നിറയെ പുള്ളികളൊക്കെ ഉള്ള പുള്ളിപ്പുലിയാണ് അല്ലെ? ലെപ്പേർഡ് പുള്ളിപ്പുലി. അതിന്റെ ദേഹത്ത് നിറയെ എന്തുണ്ട്? കുറെ പുള്ളി കുത്തുകളൊക്കെ ഉണ്ടല്ലേ? എന്താണ് മോളെ സർഗ? എന്താണ് മോളെ? എന്താണ്? പുള്ളിക്കുയിലെന്നാണോ? ഇത്രയുമാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ് അല്ലെ? ഇത് കൂടാതെ കുറെ ആനിമൽസ് ഉണ്ട് അല്ലേ? കാട്ടിൽ തന്നെ ഉണ്ടാവുന്ന ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാറ്. വൈൽഡ് ആനിമൽസ് ലിവ്സ് ഇൻ ദ ജംഗിൾ. അവരെപ്പോഴും കാട്ടിൽ തന്നെയാണ് താമസിക്കാറ് അല്ലെ? ബിയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, എലഫന്റ്, റൈനോസറസ്, മങ്കി ആൻഡ് ലെപ്പർഡ്. ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽ ആണ്. അതിന്റെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? We keep some animals as pets. ചില ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പെറ്റ്സ് ആയിട്ട് വളർത്താറുണ്ട് അല്ലെ? നമ്മൾ നല്ല കെയർ ഒക്കെ കൊടുത്ത്. പെറ്റ്സ് ആരാണ്? ഫൗണ്ട് നിയർ ബൈ അവർ ഹോം. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മൾ നല്ല കെയർ ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പെറ്റ് ആനിമൽസ്. Dog, rabbit, cat, fish. These are our pet animals. Dog, rabbit, cat, fish. നമ്മുടെ pet animals ആണ്. And wild animals are bear, lion, giraffe. Okay, listen. Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard. Dog, rabbit, cat, fish are our pet animals. Okay. Then next class വരുമ്പോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ
ഈ വൈൽഡ് ആനിമൽസും പെറ്റ് ആനിമൽസും അല്ലെ, കുറെ എണ്ണമുണ്ട് അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യണം, നന്നായി പഠിച്ചിട്ട് വേണം വരാൻ. നന്നായിട്ട് ഇതിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നന്നായിട്ട് ഇതിന്റെ സ്പെല്ലിങ് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യും മിസ്, എല്ലാവർക്കും ഡിക്റ്റേഷൻ തരും. അപ്പൊ നന്നായിട്ട് പഠിക്കണം. എവിടെ നോക്കാതെ നന്നായിട്ട് ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതാൻ വേണ്ടി പഠിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ടൈം കിട്ടുമ്പോ എന്ത് ചെയ്യാ, നന്നായിട്ട് ഇരുന്ന് എഴുതിയൊക്കെ പഠിക്കുക. എന്താണ് എലഫന്റ് എന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്ലാസ്സിൽ വന്നിട്ട് മിസ് എന്ത് പറയും, ദേവപ്രിയ സമജ്ന ഗോഡ്വിൻ, ദേവപ്രിയ സമജ്ന വീഡിയോ ഓഫ് ചെയ്ത് കളിക്കാൻ പോയോ രണ്ടുപേരും? അപ്പൊ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി സ്പെല്ലിംഗ്. നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട് ഇനി അല്ലെ, നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന്റെ സ്പെല്ലിങ്ങും കൂടെ ഒക്കെ പഠിച്ചിട്ട് മെല്ലെ മെല്ലെ മൂവ് ചെയ്യാം നമുക്ക്. ഇപ്പോഴാണ് എക്സാം എങ്കിലും നമ്മൾ റെഡി ആണ് അല്ലെ. അപ്പൊ എക്സാം ഒക്കെ ആവുമ്പോഴേക്കും എന്ത് ചെയ്യണം, നന്നായിട്ട് ഇതിന്റെ സ്പെല്ലിംഗ് കൂടെ പഠിക്കാം. നിങ്ങൾക്ക് അത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. വൈൽഡ് ആനിമൽസും പെറ്റ് ആനിമൽസും. ദെൻ അത് കഴിയുമ്പോൾ നമ്മള് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ചെയ്യേണ്ടത് വൈൽഡ് ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ് എന്ത് ചെയ്യുക, ഇതിന്റെ സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ മിസ്സിന് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ്സ് നന്നായിട്ട് എഴുതാൻ അറിയാം എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോ നിങ്ങൾ കോപ്പി ബുക്കിലേക്ക് എഴുതിയതാണ്, പക്ഷെ എഴുതി വെച്ചതല്ലേ ഉണ്ടാവുള്ളൂ. പഠിച്ചിട്ടുണ്ടാവോ? കുറെ പേര് പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാൻ പറയാത്തത് കൊണ്ട് കുറെ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും വൈൽഡ് ആനിമൽസും പെറ്റ് ആനിമൽസും നന്നായി പഠിച്ച് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് പഠിച്ചിട്ട് വരിക. തെറ്റാതെ എന്ത് ചെയ്യണം, എല്ലാവരും ഈ വൈൽഡ് ആനിമൽസിന്റെ പേര് എഴുതിയിട്ട് ആരാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് നോക്കട്ടെ. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണോ? റെഡി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നന്നായി പഠിച്ചിട്ട് വരിക എല്ലാവരും. അപ്പൊ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാമല്ലേ, നമ്മുടെ ടൈം കഴിഞ്ഞു. ഓക്കെ, നമുക്ക് എന്താണ്, ഇത് മാത്രമല്ല ഏതുകൂടെ പഠിക്കാനുണ്ട് നമുക്ക്. ഇംഗ്ലീഷിൽ നേരത്തെ കുറെ വേർഡ്സ് ഉണ്ടായിരുന്നു, അത് നന്നായി പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇംഗ്ലീഷും EVS-ഉം രണ്ടും നന്നായി പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ, let me wind up. Okay, bye. See you in the next class. Bye. Bye-bye.